അരുണാചലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ശേഖരൻ ആദ്യമായി എത്തുന്നത്. തെക്കൻ കേരളത്തിൽ ഇവൻ്റെ വരവ് വലിയ ഒരു ആവേശമാണ് ആനപ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയത്. വെൺകുളം രാമചന്ദ്രൻ പിള്ളയുടെ വീട്ടിലേക്ക് ഇവനെ ഒരു നോക്ക് കാണുവാൻ ആനപ്രേമികൾ പല ദിക്കിൽ നിന്നും ഇരച്ചു വന്നു. അവരെല്ലാം ഇവനെ കൗതുകപൂർവ്വം നോക്കി നിന്നു. ചിലർ ഓറഞ്ചും ആപ്പിളും ഓലമടലുമെല്ലാം കരുതിയാണ് വന്നത്. അപ്പോൾ തന്നെ ഒരു ഹീറോ പരിവേഷം ഇവൻ നേടിക്കഴിഞ്ഞിരുന്നു. വെൺകുളം രാമചന്ദ്രൻ പിള്ള ആനയെ ഉത്സവങ്ങൾക്കാണ് അധികവും നൽകിയത്. പുതിയ ആനയെ അത്തരം വേദികളിൽ വെച്ച് പലരും നോട്ടമിട്ടു. രാമേന്ദ്രൻപിള്ള കുറേ കാലത്തേക്ക് വഴങ്ങിയില്ല. ഒടുവിൽ പാപ്പാനപ്പറമ്പിൽ പോത്തൻ വർഗീസ് ഇവനെ മോഹവില കൊടുത്ത് സ്വന്തമാക്കി. കുട്ടിയാനയാണെങ്കിലും നല്ല പക്കുള്ള ആനക്കുട്ടിയാണ് ശേഖരൻ. വീണെടുത്ത കൊമ്പുകളല്ലെങ്കിലും നല്ല സൗന്ദര്യമുള്ള കൊമ്പുകളാണിത്. ഇത്തരം കൊമ്പുകളെ കുറ്റിക്കൊമ്പെന്നാണ് അധികവും അറിയപ്പെടുന്നത്. അതായത് നല്ല മുഴുപ്പുള്ള നീളം കുറഞ്ഞ കൊമ്പുകളാണിവ. പോത്തൻ വർഗീസിൻ്റെ കയ്യിൽ നിന്നും പെരുമ്പാവൂരിലെ തടി വ്യാപാരിയായ കടവിലാൻ മുജീബ് ശേഖരനെ വാങ്ങി. കടവിലാൻ അപ്പു എന്നായിരുന്നു അന്നത്തെ പേര്. നല്ല വാലിറക്കമുള്ള ഇവൻ കൂപ്പിൽ ഒട്ടും മടി കൂടാതെ പണിയെടുത്തു. ഒപ്പം ഉത്സവങ്ങൾക്കും പോയി. പെരുമ്പാവൂരിലെ വാസക്കാലത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പറയെടുക്കാൻ പോകുന്നത് ഇവനൊരു ഹരമായിരുന്നു. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഒരു വർഷം 3-4 ഉത്സവം ഉണ്ടാകും. വൃശ്ചികോത്സവത്തിലാണ് പറയെടുപ്പ്. നാടും നാട്ടിടവഴികളും നാട്ടാരും ഉണരുന്ന മഹോത്സവം. പറയെടുപ്പ് ദിവസങ്ങളോളം നീളുന്ന ചടങ്ങാണ്. ഒരൊറ്റ ആനയെക്കൊണ്ട് മുഴുവൻ ദിവസവും ചടങ്ങുകൾ നടത്തിക്കാനാവില്ല. നിലവിലെ നാട്ടാനച്ചട്ടങ്ങൾ അതിനനുവദിക്കുന്നില്ല. മാത്രമല്ല, ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും അതിൽ താല്പര്യമില്ല. 4-5 ആനകൾ മാറി മാറി ഇത്രയും ദിവസങ്ങൾക്കിടയിൽ വരും. ആ ചടങ്ങിനെ ആനമാറ്റം എന്നാണ് വിളിക്കുന്നത്. നാട്ടിടവഴികളിലൂടെയാണ് ആനകൾ സഞ്ചരിക്കേണ്ടത്. മിക്കവാറും ഇടുങ്ങിയ അത്തരം വഴികളിൽ കുട്ടിയാനകൾക്കായിരിക്കും നറുക്ക് വീഴുക. അങ്ങനെ ഇവൻ പറയെടുപ്പ് വേദിയിലെ നിത്യസാന്നിധ്യമാവുകയും ആൾക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഇവനെ ബിസിനസ്സുകാരനായ വഴിപാടി റിബു കാണുന്നത്. റിബുവിന് ഇവൻ്റെ കുട്ടിക്കുസൃതികളും കുറുമ്പുമെല്ലാം പിടിച്ചു. നിലവിൽ കൈവശമുണ്ടായിരുന്ന ഗംഗാപ്രസാദ് എന്ന ആനയെ കൊടുത്തിട്ട് റിബു ഇവനെ വാങ്ങി. കടവിലാൻ അപ്പു അതോടെ വഴിപാടി ശേഖരനായി മാറി. ഇവൻ ശാന്തനാണ്. കുടുംബമായിട്ട് വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു ആനക്കുട്ടിയാണ്. ഇതിൻ്റെ ഭക്ഷണ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതः ഇച്ചിരി ഭക്ഷണപ്രിയനാണ് അവൻ. മറ്റുള്ള യാതൊരു കുഴപ്പവും ഇതിനെക്കുറിച്ചില്ല. തുമ്പിയിൽ മണൽ വാരി എറിഞ്ഞതുപോലെ കാണുന്ന മദഗിരി ചെവികളിലേക്കും പടർന്നിട്ടുണ്ട്. നല്ല നടയാമരങ്ങളുള്ള ശേഖരന് കൊഴുത്തുരുണ്ട ഉടലാണുള്ളത്. ചെവിയിൽ ഒരു തുള കാണുന്നത് അരുണാചലിൽ വെച്ച് കിട്ടിയതാണ്. അവിടെ ആനകളെ കൂടുതലും ടൂറിസത്തിനാണ് ഉപയോഗിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് പുറത്ത് പിടിച്ചു കയറുവാൻ എളുപ്പത്തിൽ ഇങ്ങനെ കാതുകൾ തുളച്ച് അതിലൂടെ കയറിടുന്നു. ആ കയറിൽ തൂങ്ങിയാണ് ആൾക്കാർ ആനപ്പുറത്ത് കയറുന്നത്. അക്കാലമൊക്കെ മറന്ന ശേഖരൻ ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിലെ താരമാണ്. വഴിപാടി റിബുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ മണികണ്ഠൻ എന്നൊരു ആന കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഒത്തൊരുമയോടുകൂടി അങ്ങനെ കഴിയുകയാണ്. ഇതിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. എഴുന്നള്ളിപ്പിനൊക്കെ വളരെ ഭവ്യതയോടും അനുസരണയോടും കൂടി എഴുന്നള്ളത്ത് എടുക്കുന്ന ആനയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഇതിനെ വളരെ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇതിനെ നോക്കുന്ന അനിപ്പിള്ളയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ കൊണ്ട് നടക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയും. ഈ ആനക്കുട്ടിയെ എടുത്തിട്ടിപ്പം 2 മാസം കഴിഞ്ഞു. ഇതിനെ കൂറ്റനാട് ആ സ്ഥലത്തു നിന്ന് ഇതിനെ എടുത്ത് വളരെ ശാന്തനും വളരെ നല്ല സ്വഭാവക്കാരനും ഒക്കെയാണ്. എഴുന്നള്ളപ്പ് കാര്യങ്ങളിലേ ഞങ്ങൾ പോവുള്ളൂ.